പാടിടുവിൻ. സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. സ്തുതിച്ചിടുവിൻ, കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ. സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. തിരുക്കരങ്ങൾ നിരത്തിവച്ചു, താരകങ്ങൾ ഗഗനേ. ഒരുക്കിയവൻ നമുക്കു രക്ഷാ മാർഗമതിന്നു മുന്നേ. ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. സ്തുതിച്ചിടുവിൻ, കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ. സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. ധ്യാനിക്കുവിൻ തൻ കൃപകൾ, പുകഴ്ത്തുവിൻ തൻ ക്രിയകൾ. മാനിതനാം തൻ നാമ മഹിമകൾ വർണ്ണിക്കുവിൻ. ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. സ്തുതിച്ചിടുവിൻ, കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ. സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കുന്നു. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ദൈവത്തിൻ്റെ അനുഗ്രഹീത ദാസനായ യോഹന്നാൻ, കർത്താവിൻ്റെ അരുമശിഷ്യനായിരുന്ന യോഹന്നാൻ, യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ താൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് ദ്വീപിലായിരുന്നു. താൻ പത്മോസ് ദ്വീപിൽ ഏകാന്തതയിൽ കഴിയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അനുഗ്രഹീത നാമം പോലെ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവ് തൻ്റെ അരികിലേക്ക് ചെല്ലുകയും തൻ്റെ ഏകാന്തതയിൽ സഖിയായി കൂടെ ഇരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ കർത്താവിൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തൻ്റെ ഏകാന്തതയിൽ ദൈവം കൂടെയിരിക്കുന്നു എന്നുള്ളത് എത്ര സന്തോഷകരമായ കാര്യമാണ്. ഈ കാലഘട്ടം നമുക്കറിയാവുന്നതുപോലെ വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണ്. അനേക വ്യക്തികൾ കുടുംബങ്ങളിൽ നിന്ന്, വേണ്ടപ്പെട്ടവരിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് ഒക്കെ അകന്ന് ഏകാന്ത തടവുകളിൽ കഴിയുന്ന കാലഘട്ടമാണ്. ഇങ്ങനെയുള്ള ഈ സാഹചര്യങ്ങളിൽ ആരാധിക്കുവാനോ ദൈവത്തെ മുഖത്തപ്പെടുത്തുവാനോ കൂട്ടായ്മ അനുഭവിക്കുവാനോ ദൈവസ്നേഹം പങ്കുവയ്ക്കുവാനോ കഴിയാതെ അനേകർ കഴിയുന്നു. എങ്കിലും
സ്നേഹവാനായ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. അവൻ നമ്മോട് കൽപ്പിച്ച പ്രകാരം ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തിട്ടുണ്ട്. ആ കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം അനുഭവിച്ച് യോഹന്നാൻ പത്മോസ് ദ്വീപിൽ താൻ ഏകനായിരുന്നെങ്കിലും താൻ തികഞ്ഞ സംതൃപ്തനായിരുന്നു എന്ന് കാണുവാൻ കഴിയും. വലിയ മാനസിക വിമിഷ്ടത്തിൽ കഴിഞ്ഞിരുന്ന എമ്മൂസിലേക്ക് പോയി ശിഷ്യന്മാരുടെ അരികിലേക്കും നമ്മുടെ കർത്താവ് കടന്നു വന്നിട്ട് അവരോട് ചേർന്ന് നടക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം നാം കർത്താവിനെ ആരാധിക്കേണ്ട ദിവസം. ഒരുപക്ഷെ നാം കുടുംബങ്ങളിൽ തനിച്ചായിരിക്കുന്നുവെങ്കിലും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരാരും തന്നെ ഇല്ലാതിരിക്കുന്നെങ്കിലും നമ്മോടൊപ്പം കർത്താവ് കൂടെയുണ്ട്. ഈ കർത്താവിനെ നമുക്ക് അക്ഷയമായി സ്നേഹിക്കാം, അവനെ നമുക്ക് ആരാധിക്കാം. അവൻ നമ്മളോട് കൂടെ എപ്പോഴും ഉള്ളവനാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ധൈര്യം പകരുന്ന നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായി കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യാം. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ഹൃദയംഗമായി നമുക്കവനെ സ്നേഹിച്ചും ആരാധിച്ചും മഹത്വപ്പെടുത്തിയും അവൻ്റെ മഹത്വത്തിനായി ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ. ആ കാലത്ത് യേശു ഗലീലയിലെ നസറത്തിൽ നിന്ന് വന്ന് യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ വരുന്നതും കണ്ടു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. നമ്മുടെ കർത്താവ് യോഹന്നാനാൽ സ്നാനമേൽക്കേണ്ടതിനായിട്ട് യോർദാൻ നദിയുടെ കരയിലേക്ക് വരികയാണ്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം യോർദാൻ നദി വളരെയധികം പ്രാധാന്യവും ചരിത്രവും അവരുടെ ഓർമ്മകളും നിലനിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് എന്നുള്ളതിൽ തർക്കമില്ല. അവരെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ പുലരിയിലേക്ക് വഴി നയിച്ചു കൊണ്ടുവന്ന മോശ യോർദാന്റെ കരയിലേക്ക് തൻ്റെ ജീവാവസാനമാകുമ്പോൾ കടന്നു വരുന്ന ചിത്രമുണ്ട്. മോശ അവരോട് പറയുന്നുണ്ട്, എനിക്ക് യഹോവ എന്നോട് ഈ യോർദാൻ നീ കടക്കയില്ല എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. മോശയ്ക്ക് ആ വാഗ്ദത്ത നാട്ടിലേക്ക് കടക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നിരിക്കാം. പക്ഷേ യഹോവ അവനോട് പറഞ്ഞു, ഈ യോർദാന്റെ അക്കരയിലേക്ക് നിനക്ക് പോകുവാനായിട്ട് കഴിയില്ല. മോശ അവിടെ മരിക്കുകയും യഹോവ അവനെ അടക്കം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം യോശുവ പുരോഹിതന്മാരും ഇസ്രായേൽ മക്കളുമായിട്ട് ആ യോർദാൻ കടക്കുവാനായിട്ട് അവിടേക്ക് വരുന്നുണ്ട്. യോശുവ ആ പെട്ടകം ചുമക്കുന്ന ആ പുരോഹിതന്മാരുമായിട്ട് ആ യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ അവിടെ വരുമ്പോൾ പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായി പിരിയുകയും മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കുകയും ഉണങ്ങിയ നിലത്തുകൂടി അവർ സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നുപോയ ചരിത്രം എഴുതിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ മഹാന്മാരായിരുന്ന പ്രവാചകന്മാർ ഏലിയാവും ഏലിശയും ഒരുമിച്ച് ഇതേ യോർദാന്റെ കരയിലേക്ക് വരുന്നുണ്ട്. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ പോവുകയാണ്. ഏലിശയ്ക്ക് അതറിയാം. ഏലിശ അവനെ അനുഗമിക്കുകയാണ്. ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് യോർദാനെ അടിച്ചു. യോർദാൻ രണ്ടായി വിഭാഗിക്കപ്പെട്ടു. അവരൊരുമിച്ച് അപ്പുറത്ത് പോയി. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. അതിനുശേഷം ഏലിയാവിന്റെ പുതപ്പുമായി ആത്മാവിൽ ഇരട്ടിപ്പങ്ക് ലഭിച്ചവനായ ഏലിശ മടങ്ങി വന്നിട്ട് ഏലിയാവിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് യോർദാനെ അടിക്കുകയും യോർദാന്റെ വെള്ളം രണ്ടായി പിരിയുകയും ഏലിശ ഇതാ ഇക്കരയിലേക്ക് വരികയും ചെയ്ത ചരിത്രം നമുക്കറിയാം. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇതാ കാലത്തിന്റെ തികവിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പകരം മരിക്കുവാനായി വന്ന കർത്താവായ യേശു ക്രിസ്തു പ്രപഞ്ച സൃഷ്ടിതാവായിരുന്നു അവൻ. തൃത്വത്തിൽ രണ്ടാമനാണ് അവൻ, ദൈവമാണ് അവൻ. അവൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഇതാ യോർദാനിൽ സ്നാനം കഴിക്കുവാനായിട്ട് ഏൽക്കുവാനായിട്ട് വരികയാണ്. അന്നത്തെ ആ യോർദാനിലേക്ക് കർത്താവ് വരുമ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കുന്നില്ല. യോർദാനിലെ വെള്ളം നിശ്ചലമായി നിൽക്കുകയാണ്. അതിനുള്ളിലേക്ക് അവൻ കടക്കുകയും യോഹന്നാൻ അവനെ സ്നാനം കഴിപ്പിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം വളരെ വലിയൊരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. അവിടെ വലിയൊരു സാക്ഷ്യം പ്രഖ്യാപിക്കപ്പെടുകയാണ്. ദൈവം അവനെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ
പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്ന് മാറ്റൊലിക്കൊള്ളുന്ന ഒരു ശബ്ദം ഇതാ മനുഷ്യനോട് ദൈവം കേൾക്കത്തക്കവണ്ണം അരുളി ചെയ്യുകയാണ്. മനുഷ്യവർഗം അറിയേണ്ട ഒരു കാര്യം, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഞാൻ ഇവനിൽ വളരെ പ്രസാദിച്ചിരിക്കുന്നു. ഇവനിൽ വളരെ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവന് വേണ്ടി ദൈവം എന്താണ് ചെയ്തത്, അതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിൽ അപ്പുറമായ ഒരു യാഥാർത്ഥ്യം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ ആ ചരിത്ര വസ്തുതയെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ എഴുതി വയ്ക്കുകയുണ്ടായി. അത് യെശയ്യാവ് എഴുതിയത്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെ അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ആരുടെ മേലാണ്? തൻ്റെ പ്രിയപുത്രൻ്റെ മേൽ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ മകൻ്റെ മേൽ ലോകത്തിൻ്റെ അകൃത്യം, മനുഷ്യവർഗത്തിൻ്റെ അകൃത്യം, ഇന്നയോളം ഭൂമിയിൽ ജനിച്ചു മരിച്ച സകല മനുഷ്യൻ്റെ അകൃത്യം ദൈവം ചുമത്തുവാനായിട്ട് ഇടയായി. എന്തിനാണ് അത് ചെയ്തത്? അത് ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചത് കൊണ്ടാണത്, നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണത്. നമ്മെ നിത്യതയുടെ പങ്കാളികളാക്കുവാനായിട്ട്, നമ്മെ സ്വർഗത്തിൻ്റെ അവകാശികളാക്കുവാനായിട്ട്, നമ്മെ നിത്യം അവനെ ആരാധിക്കുന്ന ജനമാക്കി തീർക്കുവാനായിട്ടാണ് നമ്മുടെ പാപം കാൽവറിയിൽ നമ്മുടെ കർത്താവ് ഏറ്റെടുത്തത്. പക്ഷേ അവൻ കാൽവറിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗങ്ങളിലേക്ക് കരേറിപ്പോയി. ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പനകിപ്പോയത്. തന്നെയുമല്ല, അവൻ്റെ വരവിൻ്റെ സമയം സമാഗതമാവുകയാണ്. അവൻ സ്വർഗത്തിൽ വസിക്കുന്നവനാണ്, മഹത്വധാരിയായി ജീവിക്കുന്നവനാണ്. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ്, ഇനി മടങ്ങി വരുന്നവനാണ്. അവനെ നമുക്ക് ഓർക്കുകയും മഹത്വപ്പെടുത്തുകയും അവൻ്റെ കഷ്ടാനുഭവങ്ങളെ, അവൻ്റെ മരണപുനരുത്ഥാനത്തെ, അവൻ്റെ മഹത്വത്തെ ഓർത്തുകൊണ്ട് അവനെ വന്ദിക്കുകയും സ്തുതിക്കുകയും അവനെ നന്ദി കരേറ്റുകയും ചെയ്യാം. അവൻ്റെ പാതാരവിന്ദങ്ങളിൽ നമുക്ക് നമസ്കരിക്കുകയും അവനെ കുമ്പിടുകയും ചെയ്യാം. അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുന്നു. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് ഈ രാവിലെ വായിക്കുവാനായിട്ടിടയായിത്തീർന്നത്. ഈ വാക്യത്തിൽ നമ്മുടെ ആത്മീയമായിട്ടുള്ള പഴയ അവസ്ഥയും ഇപ്പോൾ നാം ആയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ നന്മകളെക്കുറിച്ചും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നത്, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. മുമ്പേ നാം ആരായിരുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ടും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൂരസ്ഥരായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കൂടാതെ ഇവിടെ 2-ാം അധ്യായത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്. എഫേസ്യ 2-ാം അധ്യായത്തിൽ, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പോലതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളി. നമ്മുടെ ആ പഴയ അവസ്ഥ എത്രമാത്രം വളരെ ശോചനീയമായ ഒരു അവസ്ഥയായിരുന്നു. യേശു കർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതിരുന്ന അവസ്ഥ. എന്നാൽ ഇന്ന് നാം എന്തായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. എത്ര സന്തോഷം നൽകുന്ന, ഹൃദയത്തിന് സമാധാനം നൽകുന്ന ഒരു വലിയൊരു ആത്മീയ വസ്തുതയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്.
ഇപ്പോൾ ഇന്ന് നാം അനുഭവിക്കുന്ന ദൈവകൃപ, ഇന്ന് നാം അനുഭവിക്കുന്ന രക്ഷയുടെ സന്തോഷം, ഇന്ന് നാം അനുഭവിക്കുന്ന ആ വലിയ പ്രത്യാശ എത്രയോ വലുതാണ്. ഒരു സമയത്ത് ദൈവമില്ലാതെ, ക്രിസ്തുവുമായിട്ട് യാതൊരു സംബന്ധവുമില്ലാതെ, ക്രിസ്തുവിനോട് വളരെ അകന്ന് പാപത്തിൽ ജീവിച്ചിരുന്ന പഴയ അവസ്ഥയിൽ നിന്ന് ഇന്ന് എത്രയോ ശ്രേഷ്ഠകരമായ ഒരു അവസ്ഥയിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ദൈവത്തോട് ഏറ്റവും അടുത്തു വരുവാനായിട്ട് നമുക്കിടയായി തീർന്നു. പഴയ ആ പാപത്തിന്റെ ചെളിക്കുഴിയിൽ നിന്ന്, നിത്യ നരകത്തിന്റെ ആ അവസ്ഥയിൽ നിന്ന്, സാത്താന്യ ബന്ധനത്തിൽ നിന്ന് ദൈവം നമ്മെ ഇന്ന് ക്രിസ്തുവിന്റെ പാദപീഠത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ പുണ്യപ്രവൃത്തികൾ കൊണ്ടല്ല, നമ്മുടെ നീതിപ്രവൃത്തികൾ കൊണ്ടല്ല. ഇവിടെ വായിക്കുന്നത് ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ. സ്തോത്രം! എത്രയോ വലിയ സന്തോഷം നൽകുന്ന, നമ്മുടെ ഹൃദയത്തിന് ആനന്ദം നൽകുന്ന ഒരു വസ്തുതയാണ്. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ് നാം ഇന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുന്ന ഒരു അനുഭവമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്കിന്ന് എത്ര ശ്രേഷ്ഠകരമായ ഒരു പദവിയാണ് ലഭിച്ചിരിക്കുന്നത്. ക്രിസ്തുവേശുവിൽ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പരിശുദ്ധനായ ദൈവപുത്രനാണ്. പ്രിയപ്പെട്ടവരെ, ആ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്കിന്ന് ദൈവത്തോട് അടുക്കുവാനായിട്ടൊരു മുഖാന്തരം, ഒരു വഴി തുറന്നു തന്നിരിക്കുകയാണ്. യേശു കർത്താവിന്റെ ക്രൂശുമരണ മുഖാന്തരം, യേശു കർത്താവിന്റെ ദേഹമെന്ന തിരശീല കാൽവറിയിലെ ക്രൂശിൽ ചീന്തപ്പെട്ടത് മുഖാന്തരം നമുക്ക് ദൂരെ നിന്ന് നമുക്ക് ഇന്ന് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനായിട്ട് എത്ര ശ്രേഷ്ഠകരമായ ഒരു അവസ്ഥയാണ് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ലഭിച്ചിരിക്കുന്നത്. വായിക്കുന്നത് ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ. രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ വിമോചനമില്ല എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം കാൽവറിയിലെ ക്രൂശിൽ ചൊരിയപ്പെട്ടു. ആ രക്തത്താൽ പാപികളായ നമ്മുടെ പാപം എന്നേക്കുമായിട്ട് ശുദ്ധീകരിക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം ലഭിച്ചു. ഇന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് ദൈവം നൽകിയിരിക്കുന്നത്. എത്രയോ സന്തോഷം നൽകുന്ന, കർത്താവിന് നന്ദി കരേറ്റുന്ന, ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങളിപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. സ്തോത്രം! എത്ര ആത്മീയമായ അനുഗ്രഹങ്ങൾ നാം ഇന്ന് അനുഭവിക്കുന്നു എന്നുള്ളത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ മതിയായ കാരണമാണ്. കർത്താവിന്റെ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരുന്ന സ്തുതിയും സ്തോത്രവും പുകഴ്ചയും കർത്താവിന്റെ പാദപീഠത്തിൽ അർപ്പിച്ച് ഈ വലിയവനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ദൈവത്തിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഓരോ ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവം, വലിയവനായ ദൈവം നമുക്ക് ദാനമായി തന്നു. അതോർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ആ ദൈവത്തിനെല്ലാ മഹത്വവും അർപ്പിക്കാം. കാരണം അവിടുന്നാണ് സ്തുതിക്കും സ്തോത്രത്തിനും ബലത്തിനും ബഹുമാനത്തിനും യോഗ്യനായ ദൈവം. അവിടുന്നാണ് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ്. ആ കർത്താവിനെല്ലാ മഹത്വവും ഈ രാവിലെ നമുക്ക് അർപ്പിക്കാം. പ്രത്യേക സാഹചര്യങ്ങളിലൂടെയാണ് ലോകം ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവമക്കളായ നമുക്ക് വലിയവനായ ദൈവം തന്നിരിക്കുന്ന ആ സമാധാനത്തിനും സന്തോഷത്തിനും പ്രത്യാശയ്ക്കായിട്ടും ദൈവത്തെ സ്തുതിക്കാം. നാം ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ഓർത്ത് ഭാരപ്പെടുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഒരു വലിയ പ്രത്യാശ ദൈവം നൽകിയിട്ടുണ്ട്. കാരണം ഈ ലോക സംഭവങ്ങൾ നമ്മെ ഇന്ന് വിളിച്ച് അറിയിക്കുന്നത്
ആ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുമൂലം ദൈവമക്കളായ നമുക്ക് വലിയ ഒരു ഉത്തരവാദിത്വം നമ്മളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നാം ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. നാം കർത്താവിൻ്റെ വരവിനായി നാം ഒരുങ്ങേണ്ട സമയമാണിത്. ഇനിയും അധികം നാൾ ഈ ലോകത്തിലില്ല എന്നുള്ള ആ വലിയ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിൻ്റെ പിന്നാലെ പോകാതെ ദൈവത്തെ മഹത്വപ്പെടുത്തി അങ്ങേ ആരാധിച്ച് അങ്ങേ മഹത്വപ്പെടുത്തിയുള്ള ആ ആഗ്രഹത്തോടും ആ വാഞ്ചയോടും കൂടെ നമ്മുടെ ജീവിതങ്ങൾ മുൻപോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രതികാലെ നാം ഏത് സമയത്തും നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള സാഹചര്യം നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. കാരണം അത് സമയഭേദം ഇല്ലാതെ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തിന് കൊടുക്കേണ്ട ആ മഹത്വം കൊടുപ്പാൻ നാം കടപ്പെട്ടവരാണ്. കാരണം അവിടുന്ന് നമ്മെ വിളിച്ചത്, നമ്മളെ വേർതിരിച്ചത് കർത്താവ് സ്വന്തം പുത്രനെ നൽകിയാണ്. സ്വന്തം പുത്രനെ ആ കാൽവറി ക്രൂശിൽ തകർത്തു കളഞ്ഞുകൊണ്ടാണ് ദൈവം നമ്മെ വീണ്ടെടുത്തത്. ആ നിലയിൽ ആരാധനയോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിൻ്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. രാവിലെ ഈ വെളിപ്പാട് പുസ്തകം നാം 4-ഉം 5-ഉം അധ്യായങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ സ്വർഗത്തിലെ ആരാധനയുടെ വലിയ ഒരു ദൃശ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 3-ഉം 2-ഉം അധ്യായത്തിലേക്ക് നാം ചെല്ലുമ്പോൾ അവിടെ 7 സഭകളോടുള്ള ബന്ധത്തിൽ ദൂത കഴിഞ്ഞിട്ട് ആരാധനയ്ക്ക് യോഗ്യൻ ആരെന്ന് ഇവിടെ വെളിപ്പാട് പുസ്തകത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. അതിൻ്റെ 8-ാം വാക്യത്തിൽ നാം കാണുമ്പോൾ ദൈവത്തിൻ്റെ ആ മഹത്വത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടുന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതേ കാര്യം നമുക്ക് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടുന്ന് കർത്താവ് നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. അവിടുന്ന് മാത്രമാണ് പരിശുദ്ധൻ. ആ പാപമില്ലാത്ത തൻ്റെ ആ ശരീരമാണ് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായിട്ട് അർപ്പിച്ചത്. ആ കർത്താവിനെ നാം എങ്ങനെ ആരാധിക്കണം, ദൈവസന്നിധിയിൽ നാം എങ്ങനെ കടന്നു ചെല്ലണം, നാം ആരുടെ സന്നിധിയിലാണ് കടന്നു പോകുന്നതെന്നുള്ള ആ വലിയ ബോധം നമ്മളെ ഭരിക്കണം. കാരണം നാം സകലത്തെയും സൃഷ്ടിച്ച സർവത്തിനും ഉടയവനായ ആ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നുപോയാണ് നാം ആരാധിക്കുന്നുള്ള ആ വലിയ ചിന്ത ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ എല്ലാ സമയത്തും ഉണ്ടാകണം. ആ മൂപ്പന്മാരും ജീവികളും ഒക്കെയും വീണ് വണങ്ങി അവരുടെ കിരീടങ്ങളെ അവർ ആ കർത്താവിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന വലിയവനായ ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കൽ ഇട്ട് അവർ കർത്താവിനെ ആരാധിക്കണം. ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കുവാനുള്ളതാണ്. എന്താണ് 96-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്? ദൈവത്തിന് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. ആ ദൈവത്തിൻ്റെ നാമത്തിന് തക്കണം. അവിടുത്തെ നാമം എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമാണ്. അങ്ങയുടെ നാമം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ആ നാമത്തിന് തക്ക മഹത്വമാണ് നാം കൊടുക്കേണ്ടത്. ആ കർത്താവിനെ നമുക്ക് എല്ലാ ഭയത്തോടും കൂടെ ആ കർത്താവിന് കൊടുക്കേണ്ട ആ മഹത്വം കൊടുത്തുകൊണ്ട് അങ്ങേ നമുക്ക് ആരാധിക്കാം. അവിടുത്തെ നാമത്തെ നമുക്ക് ഉയർത്താം. അവിടുന്നാണ് സ്തുതിക്ക് യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യൻ, വന്ദനത്തിന് യോഗ്യൻ, പുകഴ്ചയ്ക്ക് യോഗ്യൻ അവിടുന്ന് മാത്രമാണ്. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനാണ്. അവിടുത്തെ വാക്കിനാലാണ് സകലവും ഉളവായത്. യോഹന്നാൻ സുവിശേഷത്തിൽ നിന്ന് വായിക്കുന്ന അവൻ മുഖാന്തരം സകലവും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ആന്തരേ നമുക്ക് ആ കർത്താവിനെല്ലാം മഹത്വം അർപ്പിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് വരുന്ന സ്തുതി സ്തോത്ര യാഗങ്ങൾ ആ പാദത്തിൽ അർപ്പിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. നമ്മുടെ ആ അന്തർഭാഗത്ത് വരുന്ന സ്തുതി സ്തോത്രയാഗങ്ങൾ, അധരബലമെന്ന സ്തോത്രയാഗം അർപ്പിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. എല്ലാ മഹത്വവും ആ പാദത്തിൽ അർപ്പിക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. കുരിശിൽ കൈകാലുകളെ
ചെയ്യുമാറാകട്ടെ. ഈ കർത്തൃദിനത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് നമുക്ക് ലഭിച്ച നല്ല സമയത്തിനായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. 95-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. ഒരു വലിയ ആഹ്വാനത്തോടുകൂടെ ആരംഭിക്കുകയാണ്. വരിക. 6-ാം വാക്യത്തിലും ഈ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് വരിക എന്ന് പറഞ്ഞുകൊണ്ടാണ്. 2 വാക്യങ്ങൾ എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുവാനും രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുവാനും വേണ്ടിയുള്ള നല്ല ഒരവസരം ഇവിടെ ഒരുക്കുകയാണ്. ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഉല്ലസിക്കുവാനും ആഘോഷിക്കുവാനും ഘോഷിക്കുവാനും ആർപ്പിടുവാനും കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നത്. കാരണങ്ങളെല്ലാം അതിന്റെ പിന്നാലെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്നാമത് നാം കാണുന്നത് യഹോവ മഹാദൈവമല്ലോ എന്നാണ്. ദൈവം ആരാണ്? നാം അറിഞ്ഞ ദൈവം ആരാണ് എന്നുള്ളതല്ല, ദൈവം ആരാണ്? അവൻ മഹാദൈവമാണ്. ദൈവത്തെ സംബന്ധിച്ചുള്ള അറിവാണ് യഥാർത്ഥത്തിൽ ഒരുവനെ ആരാധനാ മനോഭാവത്തിലേക്ക് നയിക്കുന്നത്. ദൈവം ആരാണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ, ആകാശത്തിന്റെയോ ഭൂമിയുടെയോ ഒക്കെ സൃഷ്ടാവാണ് ദൈവം എന്ന് നാം സമ്മതിക്കേണ്ടി വരും. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ കർത്താവായ യേശു എന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന, പഴയ നിയമം വെളിപ്പെടുത്തുന്ന ആ ദൈവത്തിന്റെ പുതിയ നിയമഭാഗത്തെ ആ പ്രത്യക്ഷത നാം കാണുമ്പോൾ കർത്താവായ യേശുവിൽ ആ വലിയവനായ ദൈവത്തിന്റെ പ്രവൃത്തികളെ നാം കാണുകയാണ്. ഇവിടെ 1-ാം വാക്യത്തിൽ നാം കാണുന്ന രക്ഷയുടെ പാറ അതാരാണ്? നാം അറിയുന്നത് പോലെ മനുഷ്യവർഗത്തിന് രക്ഷ ഉണ്ടാവുക എന്നുള്ളത് 1-ാം ദിനം മുതലുള്ള മനുഷ്യന്റെ ആഗ്രഹമായിരുന്നു. പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നകന്നുപോയ മനുഷ്യൻ, ആദ്യ മനുഷ്യൻ ആദാം, അവന് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരിക, അവന് നഷ്ടമായ ദൈവിക കൂട്ടായ്മയിലേക്ക് മടങ്ങി വരിക എന്ന വലിയ ആഗ്രഹം അവനുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ ഹൃദയത്തിന്റെ ആഴങ്ങളിലെ ആത്മാവിന്റെ വലിയ ആവശ്യത്തിന് പരിഹാരമുണ്ടായത് എവിടെയാണ്? രക്ഷയുടെ പാറയായി വെളിപ്പെട്ട കർത്താവായ യേശു. തോട്ടത്തിൽ വെച്ച് തന്നെ ദൈവം മനുഷ്യന് ഒരു രക്ഷകനെ വാഗ്ദത്തം ചെയ്യുന്നത് നാം വായിക്കുന്നുണ്ട്. ആ രക്ഷകനെ നമുക്ക് ലഭ്യമാകുന്നത് പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശുവിലൂടെയാണ്. ഇന്ന് നമ്മുടെ രക്ഷയുടെ പാറ ആരാണ്? ആരിലൂടെയാണ് നമുക്ക് രക്ഷ ലഭ്യമായത്? അത് നമ്മുടെ കർത്താവായ യേശുവിലൂടെയാണ്. ഇന്ന് രാവിലെ ആരാധനയ്ക്കായി നാം ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ കർത്താവിനെ ഒഴിവാക്കി നിർത്തി, രക്ഷകനെ ഒഴിവാക്കി നിർത്തി, ഈ രക്ഷണീയ വേലയെ ഒഴിവാക്കി നിർത്തി നമുക്ക് ദൈവത്തെങ്കിലേക്ക് അടുക്കുവാനായിട്ട് കഴിയുകയില്ല. കേവലം രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ആരാധനയ്ക്കായും ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ എന്ന വാക്യം ഒരളവിൽ അന്വർത്ഥമാകുന്നുണ്ട് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. മറ്റൊരു കാര്യം അതിന്റെ പിന്നാലെ നാം വായിക്കുന്നത് സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ വരിക എന്നുള്ളതാണ്. ദൈവസന്നിധിയിലേക്ക് വരുമ്പോഴുള്ള ആ ഹൃദയത്തിന്റെ ആ നന്ദിയുടെ ബഹുസ്ഫുരണം, എത്രമാത്രം നന്ദിയുള്ളവരായിട്ടാണ് ദൈവസന്നിധിയിലേക്ക് നാം വരേണ്ടത്. എന്തെല്ലാം കാര്യങ്ങളിലാണ് ഭൗമികമായി ലഭിച്ച നന്മകൾക്കൊക്കെ നമ്മൾ നന്ദിയുള്ളവരാണ്. എന്നാൽ നമ്മുടെ ആത്മാവിന്റെ നിത്യരക്ഷ, നമ്മുടെ പാപമോചനം, നമുക്ക് ലഭ്യമായ ആത്മീയമായ അനുഗ്രഹങ്ങൾ, നമ്മുടെ പ്രത്യാശ, ഈ കാര്യങ്ങളെ ഓർക്കുമ്പോൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിലേക്ക് വരികയാണ്, നന്ദിയോടുകൂടെ വരികയാണ്. നാം നിരവധി തവണ ധ്യാനചിന്തകളിലൂടെ ഓർത്തിട്ടുള്ളതാണ്. 10 കുഷ്ഠരോഗികൾ സൗഖ്യമായി ആ ശമരിയക്കാരൻ മടങ്ങി വന്നു. ആ ശമരിയക്കാരൻ മടങ്ങി വരുമ്പോൾ
കർത്താവിന് നന്ദി പറയാനായിട്ട് വരുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 10 പേരിലെ സൗഖ്യമായത് 9 പേര് എവിടെ? എന്താണ് ഈ ചോദ്യത്തിന്റെ കർത്താവിന്റെ ഉള്ളിൽ കൂടെ കടന്നുപോയ ഒരു ആശയം? നന്ദി പറയാനായി വന്ന ആ ഒരുവനെ പോലെ 9 പേരെയും കർത്താവ് തേടുകയാണ്. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് രക്ഷിക്കപ്പെട്ട എല്ലാവരും വന്നു ചേരണമെന്ന്, അവനിൽ നിന്ന് ആത്മീയ നന്മ അനുഭവിച്ച എല്ലാവരും വന്നു ചേരണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവൻ തിരയുന്നുണ്ട്. കർത്താവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച സ്ത്രീയെ കാണാൻ അവൻ തിരഞ്ഞു എന്ന് വായിക്കുന്നത് പോലെ കർത്താവിൽ നിന്ന് ആത്മാവിന്റെ രക്ഷ നേടിയ എല്ലാവരെയും ഇന്ന് രാവിലെയും കാണുവാനായിട്ട് അവൻ അന്വേഷിക്കുന്നുണ്ട്. നാം എവിടെയാണ്? സ്തോത്രത്തോടുകൂടെ അവന്റെ സന്നിധിയിൽ വരിക. തൊട്ട് പിന്നാലെ നാം വായിക്കുന്നത് സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കുക. ചില ആനന്ദ സന്ദർഭങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അത് സങ്കീർത്തനങ്ങളായി രൂപമാറ്റം നേടുകയാണ്. സങ്കീർത്തനങ്ങൾ തിരുവഴുത്തിൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും എന്ന് നാം വായിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷമുള്ളവർ പാട്ടുപാടട്ടെ എന്ന് പറയുമ്പോൾ ആത്മാവിൽ ലഭിച്ച ഈ വലിയ ആനന്ദം സന്തോഷമായി മാറുകയാണ്. സങ്കീർത്തനങ്ങളോടുകൂടെ ദൈവസന്നിധിയിലേക്ക് വരികയാണ്. യഹോവ മഹാദൈവമല്ലോ, സകല ദേവന്മാർക്കും മീതെ മഹാരാജാവാണ് അവൻ. അവൻ മഹാദൈവമാണ്. 6-ാം വാക്യത്തിൽ അവൻ നമ്മെ സൃഷ്ടിച്ചവനാണ്. 1-ാം വാക്യത്തിൽ നാം കണ്ടതുപോലെ അവൻ നമ്മുടെ രക്ഷയുടെ പാറയാണ്. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത് അവൻ നമ്മുടെ ഇടയനാണ് എന്നുള്ളതാണ്. ഈ കനാൻ യാത്രയിൽ, ഈ ഭൗമികമായ ജീവിതയാത്രയിൽ ഒരു വിശ്വാസിയെ ഇടയനെ പോലെ തോളിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ മുന്നടന്നുകൊണ്ട് നമ്മെ നയിക്കുന്ന വഴി ഇതാകുന്നു, ഇതിലെ പൊയ്ക്കൊള്ളുക എന്ന് പറയുന്ന ആ സ്നേഹശബ്ദവുമായിട്ട് നമ്മെ നടത്തുന്ന ഈ അനുഗ്രഹീതനായ ദൈവത്തിന് ഇന്ന് രാവിലെ നന്ദി പറയണ്ടേ. എത്രമാത്രം ഉപകാര സ്മരണകളോടുകൂടിയാണ് ദൈവം മുൻപാകെ ഈ പകൽ നാം ജീവിക്കേണ്ടത്. ഈ പകലെന്ന് മാത്രമല്ല, നമ്മുടെ ആയുസ്സിന്റെ എല്ലാ നിമിഷങ്ങളും, നിമിഷാർദ്ധങ്ങൾ പോലും ഈ ദൈവത്തോടുള്ള കൃതജ്ഞതയും സ്നേഹവും സമ്പൂർണമായും അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമർപ്പിത ധന്യജീവിതമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇന്ന് രാവിലെ അവന്റെ മുൻപാകെ നമുക്ക് മുട്ടുകളെ മടക്കാം. അവന്റെ മുൻപാകെ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് താഴ്ത്താം. അവന് തുല്യം പറയുവാൻ ആരുമില്ല. അവനാണ് ശ്രേഷ്ഠനായ രക്ഷകൻ. അവനാണ് നമ്മുടെ കർത്താവ്. ഇന്ന് രാവിലെ നമുക്ക് ലഭിച്ച രക്ഷയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. അവന്റെ രക്ഷണീയ വേലയുടെ മുൻപാകെ നാം അതിന്റെ ഭാഗഭാക്കുകളായല്ലോ എന്നുള്ള ആ കൃതാർത്ഥതയോടുകൂടെ നമുക്ക് ആയിരിക്കാം. ആരെങ്കിലും ഇതുവരെ ഈ രക്ഷകനെ പരിചയപ്പെടാൻ ഇടയാകാതെ പോയിട്ടുണ്ടെങ്കിൽ, ഈ രക്ഷകനിലൂടെയുള്ള നിത്യജീവനും പാപക്ഷമയും നേടാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ, ഈ രക്ഷകൻ കാൽവറിയുടെ ഉന്നതങ്ങളിൽ നമുക്ക് വേണ്ടി മരിച്ചത്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ചത്, നമ്മുടെ പാപമോചനത്തിന് വേണ്ടി മരിച്ചത്, അത് കേവലം അന്യർക്ക് വേണ്ടിയുള്ള അനുഭവം ആയിട്ടല്ല. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് വേണ്ടി, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ മരിച്ചുവെന്ന് ഏറ്റുപറയുമ്പോൾ, അംഗീകരിക്കുമ്പോൾ ഈ വലിയ സത്യം, ഈ വലിയ ആരാധനാനുഭവത്തിലേക്ക് നമുക്കും പ്രവേശിക്കുവാൻ ഇടയാകും. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് രാവിലെ ഈ ചെറിയ ചിന്തകൾ ദൈവലിവനായ ദൈവത്തെ ആരാധിക്കുന്നതിന് നമ്മെ സഹായിക്കട്ടെ. നാം നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപാകെ മുട്ടുകുത്തുകയും അവന്റെ കൈക്കലെ ആടുകളായി അവന്റെ പിന്നാലെ അവന്റെ വചനപ്രകാരം ജീവിക്കുകയും ചെയ്യുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് രാവിലെ സങ്കീർത്തനങ്ങളോടുകൂടെ അവന്റെ സന്നിധിയിൽ വരാം, അവന് സ്തോത്രം ചെയ്യാം, അവന്റെ നാമത്തെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒന്നിച്ചുകൂടി വരുവാൻ സാധിക്കാതെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് മഹോന്നതനായ പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന, സ്തുതിക്കുന്ന എല്ലാവർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനം. നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ അനവധി കാരണങ്ങൾ ദൈവമക്കളാകുന്ന നമുക്കുണ്ട്. ദൈവത്തിന്റെ നന്മകൾ നിരവധിയാണ്, അത് അവർണ്ണനീയമാണ്. അവയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നതാണ് പറഞ്ഞു തീരാത്ത ദാനമായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷ എന്നത്. ഇന്ന് ആരാധനയോടുള്ള ബന്ധത്തിൽ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ദൈവകൃപ ഉദിച്ചു. ആർക്കാണ് ദൈവകൃപ ഉദിച്ചത്? ഏതാനും ചിലർക്ക് ഉദിച്ചു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സകല മനുഷ്യർക്കും ദൈവത്തിന്റെ കൃപ ഉദിച്ചിരിക്കുന്നു. അർത്ഥാൽ നിങ്ങൾക്കും എനിക്കും ദൈവത്തിന്റെ കൃപ ഉദിച്ചിരിക്കുകയാണ്. സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവനായി തീർന്നു. അവൻ ദൈവത്തോട് ദൂരവയായിപ്പോയി നിത്യനരകത്തിന് യോഗ്യനായി തീർന്നു. അങ്ങനെ അയോഗ്യനായിരുന്ന മനുഷ്യകുലത്തിന്മേൽ ദൈവത്തിന്റെ കൃപ ഉദിച്ചിരിക്കുകയാണ്. എന്താണ് കൃപ? നമുക്കറിയാം, അർഹിക്കാത്ത നന്മയാണത്. ദൈവം അർഹതയില്ലാതിരുന്ന നമുക്ക് അർഹിക്കാത്ത വലിയ നന്മ നൽകിയിരിക്കുകയാണ്. ശത്രുക്കളും പാപികളും ദോഷികളുമായിരുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു. തീത്തോസിന്റെ ലേഖനം തന്നെ 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ദയ നമ്മുടെ മേൽ ഉദിച്ചു. എന്താണത്? അർഹിച്ചത് നമുക്ക് നൽകാതിരിക്കുന്നതാണ് ദയ. നാം ശിക്ഷയ്ക്ക് യോഗ്യരായിരുന്നു. നരകമായിരുന്നു നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നത്. അതിന് യോഗ്യരായി കിടന്നിരുന്ന നമ്മെ ഓരോരുത്തരെയും ആ ശിക്ഷ നൽകാതെ നമ്മെ രക്ഷിച്ചു. ദൈവത്തിന്റെ ദയ നമ്മുടെ മേൽ ഉദിച്ചു. വീണ്ടും നാം അതേ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മേൽ ഉദിച്ചു. പ്രിയരെ, ഇന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആരിലൂടെയാണ് ദൈവം നമ്മുടെ മേൽ തന്റെ കൃപയും ദയയും സ്നേഹവും കാട്ടിയത്? നാം എബ്രായ ലേഖനം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുന്നു, യഹൂദയിൽ കർത്താവ് ഉദിച്ചു എന്നത് സ്പഷ്ടമല്ലോ. അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവം തന്റെ ദയയും ദൈവം തന്റെ കൃപയും നമ്മോടുള്ള സ്നേഹവും പ്രദർശിപ്പിച്ചത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്ന് കാൽവറിയിലെ ക്രൂശിൽ നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് നമുക്ക് പകരം പാപത്തിന് പരിഹാരമായി തീർന്നു. നമ്മോട് ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ഉദിപ്പിച്ചിരിക്കുകയാണ്. അതെ, ദൈവകൃപ ക്രിസ്തുവിൽ നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയരെ, ഇന്ന് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ഓരോരുത്തരും നീതീകരിക്കപ്പെട്ടവരാണ്. അതിന് കാരണം നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാത്രേ. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പകരമായി നമ്മുടെ മേൽ കൃപയുദിക്കുവാൻ, നമ്മുടെ മേൽ ദയയുദിക്കുവാൻ, നമ്മോട് ദൈവത്തിന്റെ സ്നേഹം പ്രദർശിപ്പിക്കുവാൻ നമുക്ക് പകരമായി തീർന്നു. നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. നമ്മുടെ കഴിവുകൾ കൊണ്ടല്ല, നമ്മുടെ പ്രവൃത്തിയാലല്ല, ദൈവത്തിന്റെ കൃപയാൽ യേശുക്രിസ്തുവിലൂടെ, യേശുക്രിസ്തുവിനാൽ നമ്മെ ഇന്ന് നീതീകരിച്ചിരിക്കുന്നു, വീണ്ടെടുത്തിരിക്കുന്നു. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും ഒന്നിച്ച് നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം, നമ്മോട് ചെയ്ത വൻ കാര്യങ്ങളെ ഓർക്കാം. നമുക്ക് വേണ്ടി മടങ്ങി വരുവാൻ പോകുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ ആരാധിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ശമൂവേലിന്റെ 1-ാം പുസ്തകം 12-ാം അധ്യായം
അതിൻ്റെ 24 വാക്യം വായിക്കുകയാണ്. അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. ശമൂവേൽ പ്രവാചകന്റെ ഒരു വിടവാങ്ങൽ പ്രസംഗത്തിലെ വാക്യശകലമാണ് ഇവിടെ നമുക്ക് വായിക്കാനായിട്ട് സാധിച്ചത്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് വലിയവനായ ദൈവം ചെയ്ത ചില കാര്യങ്ങളെയാണ് തീർച്ചയായും ശമൂവേൽ ഇവിടെ ഓർപ്പിക്കുന്നത്. അവരെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് അവരുടെ വാഗ്ദത്ത ദേശമായ കനാൻ നാട്ടിൽ അവരെ കൊണ്ടുവന്ന വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത ദൈവത്തെയാണ് തീർച്ചയായും ശമൂവേൽ ഇവിടെ ഇസ്രായേൽ ജനത്തിനെ വീണ്ടും ഓർപ്പിക്കുന്നത്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നാം ഒന്ന് ചിന്തിക്കുമ്പോഴും ഇത് തന്നെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. എത്ര വലിയ കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നു. പുതിയ നിയമത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മറിയയുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ഇതേ കാര്യം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 49-ാം വാക്യത്തിൽ ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു എന്ന് വായിക്കുകയാണ്. മറിയയുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടും ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു എന്നാണ് മറിയ പറഞ്ഞത്. എന്താണ് ചെയ്തത്? അതിൻ്റെ 48-ാം വാക്യത്തിൽ അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. മറിയയുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് മറിയയ്ക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത് തൻ്റെ താഴ്ചയിൽ കടാക്ഷിച്ച ദൈവത്തെയാണ്. തീർച്ചയായും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വലിയവനായ ദൈവം നമ്മുടെ താഴ്ചകളെ കടാക്ഷിച്ച ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 136-ാം സങ്കീർത്തനത്തിൻ്റെ 23-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് എന്ന് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്ത വലിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വലിയവനായ ദൈവത്തെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എന്ന് പകൽക്കാലം അത് നമുക്ക് ചിന്തിക്കാം, അത് നമുക്ക് ഓർക്കാം. നമ്മൾ ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താഴ്ചയിലേക്ക് വന്ന കർത്താവിനെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുകയാണ്. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം താഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു. എന്തിനാണ് കർത്താവ് താഴ്ത്തപ്പെട്ടത്? നമ്മെ ഉയർത്താനായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത്ര വലിയ കാര്യം ചെയ്ത ദൈവത്തെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മളെ താഴ്ചയിൽ കടന്ന ആ അവസ്ഥയിൽ നിന്നും നമ്മളെ കൈപിടിച്ച് ഉയർത്തിയ, സ്ഥിരതയുള്ള പാറയെങ്കിലേക്ക് നമ്മളെ ആനയിച്ച വലിയവനായ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ടി.കെ. ശമൂവേൽ സാർ പാടിയതുപോലെ താഴ്ചയിൽ എന്നെ ഓർത്തതാൽ ക്രൂശിലോളം താഴ്ത്തുകയാൽ നീ നിന്നതേൻ ഓർത്ത് നന്ദിയാൽ. അതെ, ഇന്ന് പകൽക്കാലം നമുക്ക് നിറഞ്ഞ ഹൃദയത്തോടെ, നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏറ്റവും താഴ്ത്തിക്കൊണ്ട് നമുക്കും ഇങ്ങനെ പറയാം, വലിയവനായ ദൈവമേ, താഴ്ചയിൽ എന്നെ ഓർത്തതിനാൽ ഞാൻ നന്ദി പറയുന്നു. ഈ താഴ്ചയിൽ കിടന്ന് എന്നെ, കുഴഞ്ഞ ചേറ്റിൽ കിടന്ന് എന്നെ, ഏറ്റവും മ്ലേച്ഛമായ അവസ്ഥയിൽ കിടന്ന് എന്നെ അങ്ങ് ഉയർത്തി ഈ സന്തോഷമുള്ള, ഈ സമാധാനമുള്ള, ഈ സ്ഥിരതയുള്ള ഈ പദവിയിലേക്ക് എന്നെ ഉയർപ്പിച്ച ദൈവമേ, എല്ലാ മഹത്വവും ഞാൻ അങ്ങേക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം, വിനയപ്പെടുത്താം. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. For our short meditation today, let us turn to the Word of God and read from 2 Corinthians chapter 5, verse 17. Therefore, if anyone is in Christ, he is a new creation. Old things have passed away. Behold, all things have become new. Perhaps this verse is most appropriate for the peculiar times that we are in now. Indeed, a lot of our old and familiar things and ways have passed away. We are experiencing many new things and new ways. Today, I want to briefly dwell on 4 phrases in this verse. The first phrase is in Christ. These 2 words represent the tremendous significance of the believer's redemption. These 2 words include the following thoughts within them. Our security is in Christ, who bore in his body God's judgment against our sin. Our acceptance is in Christ, in whom alone God is well and fully pleased. Our future assurance is in Christ, the guarantor of our eternal inheritance in heaven. The second phrase is new creation. This describes
something that is created at a new level of qualitative excellence. These two words refer to our regeneration, or in other words, our new birth. The second part of Titus chapter 3 and verse 5 reads like this: He saved us through the washing of regeneration and renewing of the Holy Spirit. It represents the forgiveness of our sins, which is paid for through the substitutionary death of our Lord and Savior Jesus Christ. The third phrase that I want to dwell on is all things have passed away. When we were born again, our old value systems, our priorities, our beliefs, our loves, our plans, all are gone. Evil and still remain, but we see them in a new light, and sin no longer controls us. The fourth phrase that I want to dwell on today is all things have become new. The Greek grammar here indicates that this newness is a continuing state of condition. Our new perception is a constant reality, and we now live for eternity, not temporal things. It is this transformation that James identifies as a faith that produces works. This is a dynamic faith. As we worship God today, let us pause. Let us meditate on the significance of our salvation. Let us meditate on our tremendous privileges in Christ, how we have been made all new in Him, and how all our old values have passed away and been replaced with a new identity in the Lord Jesus Christ. At this unusual time also, let us ponder on the great price that was paid to make it possible for each one of us to be made anew. May the name of the Lord be glorified now and even forevermore. Amen. ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. ആഴ്ചവട്ടത്തിൻ്റെ അനുഗ്രഹീതമായ ഈ സുപ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ആയുസ്സിൽ നമുക്ക് നൽകിത്തന്ന ഈ നിമിഷത്തിന് എല്ലാ മഹത്വവും മാനവും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശുമരണത്തെ ധ്യാനിക്കുവാൻ ഇന്ന് രാവിലെ കാലം നമുക്ക് ഏവർക്കും ഇടയായിട്ട് തീരട്ടെ. നമ്മുടെ ധ്യാനത്തിന് ആയിട്ട് 60-ാം സങ്കീർത്തനം 4-5 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 60-ാം സങ്കീർത്തനം 4-ാം വാക്യവും 5-ാം വാക്യവും. സത്യനിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്കൊരു കൂടി നൽകിയിരിക്കുന്നു. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളയണമേ. സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ ഓർപ്പിക്കുന്ന മനോഹരമായ ഒരു വാക്കാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. സത്യനിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പരിചയപ്പെടുത്തുന്നത് ഒരു കൊടിയാണ്. കൊടി എപ്പോഴും വിജയത്തിൻ്റെ പ്രതീകമാണ്. ആ കൊടിയെ ഇവിടെ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുക. എന്നാൽ ഈ 4-ാം വാക്യത്തോട് ചേർന്ന് 5-ാം വാക്യത്തിൻ്റെ ആരംഭ ഭാഗം കൂടെ ചേർത്ത് വെച്ച് ഞാൻ ആ വാക്ക് ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുക. സത്യനിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. 5-ാം വാക്യം, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കൊടി വിജയത്തിൻ്റെയാ. ആ കൊടിയുടെ ഉദ്ദേശം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിനാണ് ഈ കൊടി ഉയർത്തപ്പെട്ടിരിക്കുന്നത്. പഴയ നിയമത്തിൽ നാം കൊടിയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ പരാജിതരാകുവാനായിട്ട് പോകുന്ന സമയത്ത്, അമാലേക്യരുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ സമയത്ത് മോശയുടെ കൈ ഉയർന്നിരുന്നാൽ ഇസ്രായേൽ ജയിക്കും എന്ന ഒരു സാഹചര്യം വന്നപ്പോൾ
മോശയുടെ കൈ ഉയർത്തിപ്പിടിച്ച് നിന്ന് ഇസ്രായേൽ മക്കൾ ശത്രുവിൻ്റെ മുമ്പാകെ വിജയം നേടിയപ്പോൾ അവർ വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, യഹോവ നിസി, യഹോവ എൻ്റെ കുടി. അവർക്ക് വിജയം ലഭ്യമായപ്പോൾ അവർ പറഞ്ഞു, ദൈവമാണ് ഞങ്ങളുടെ കുടി. ഇവിടെ അതേ ആശയത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവമേ, നീ ഞങ്ങൾക്കൊരു കൊടി നൽകിയിരിക്കുന്നു. ഏതാ ഈ കൊടി? നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിനു വേണ്ടിയാണ് ഈ കൊടി ഉയർത്തപ്പെട്ടിരിക്കുന്നത്. ആരാണ് അവന് പ്രിയമുള്ളവർ? ഇന്ന് രാവിലെ നമുക്ക് പറയാൻ കഴിയും, ദൈവമേ, ഞങ്ങൾ നിനക്ക് പ്രിയമുള്ളവരായി തീർന്നു. ഈ കൊടി ഉയർത്തപ്പെട്ടു. ഇത് ഉയർത്തപ്പെട്ടത് എവിടെയാ? കാൽവറിയിലെ കുലമരത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് വിജയത്തിൻ്റെ കൊടിയായിട്ട് ഉയർത്തപ്പെട്ടത്. പച്ചമരക്കുരിശ് ഗോൽഗോഥ മലമുകളിൽ ഉയർന്നപ്പോൾ അതിൻ്റെ ഉയർത്തപ്പെട്ട ക്രൂശിൻ്റെ പിന്നിൽ നമ്മൾ ഓരോരുത്തരും വിടുവിക്കപ്പെടണം എന്നുള്ള ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഏറെ ശ്രദ്ധേയം, പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന്. ഇന്ന് രാവിലെ ദൈവമക്കളെ നമുക്ക് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, നാഥ, ആ കുരിശ് അവിടെ ഉയർത്തപ്പെട്ടത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കൊടിയായി തീർന്നതിൻ്റെ ഉദ്ദേശം നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിനായിരുന്നു. ഞങ്ങൾ നിനക്ക് പ്രിയമില്ലാത്തവരായി ജീവിച്ചവരായിരുന്നു. അവിടുത്തേക്കുമായിട്ട് യാതൊരു ബന്ധവും ഞങ്ങൾക്കില്ലായിരുന്നു. എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു. യാതൊരു നിലയിലും ദൈവവുമായിട്ട് ബന്ധമില്ലാതെ ജീവിച്ചിരുന്ന ഞങ്ങളെ നാഥ നീ ഇത്രയും സ്നേഹിച്ചോ? ഇന്ന് നമുക്ക് അവനോട് ചോദിക്കാം, കർത്താവെ, എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്ത് നന്മയാ എന്നിലുണ്ടായിരുന്നത്? എന്നെ വിടുവിക്കുവാൻ, എന്നെ പാപത്തിൻ്റെ അഗാധ കൂപത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തുവാൻ എന്നിൽ കണ്ട യോഗ്യത എന്തായിരുന്നു നാഥ? നിത്യനരകത്തിൻ്റെ ആടുകളായി പൊയ്ക്കൊണ്ടിരുന്ന എന്നെ ആ സ്നേഹത്തിൻ്റെ സ്പർശനം അനുഭവിക്കുവാൻ പ്രേരകമാക്കി തീർക്കുന്നത് എന്തായിരുന്നു നാഥ? പ്രിയപ്പെട്ടവരെ, ഒറ്റ വാക്യം നമുക്ക് പറയാം, ഒന്നിനും കൊള്ളരുതാത്ത നമ്മെ, യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന നമ്മെ അവന് സ്നേഹം തോന്നി. അങ്ങനെയുള്ള നമ്മോട് അവന് പ്രിയം തോന്നി. നമ്മെ വിടുവിക്കണമെന്ന് അവന് തോന്നി. ഇന്നു രാവിലെ കാലം ആ സ്നേഹത്തിന് മുമ്പാകെ നമുക്ക് സാഷ്ടാംഗ പ്രണാമം ചെയ്യാം. നമുക്ക് അവനോട് പറയാം, നന്ദി നാഥ, നീ ഇത്രയും ഞങ്ങളെ സ്നേഹിച്ചതിന്. നീ ഒരു കൊടിയായി ക്രൂശിൽ ഉയർത്തപ്പെട്ടു എങ്കിലും ആ കൊടി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ആയിത്തീർന്ന വേദന, കഷ്ടത, ഇത് മുഴുവൻ ഞങ്ങളുടെ വിജയത്തിനായിരുന്നു. എന്നാൽ അങ്ങായിത്തീർന്ന വിധങ്ങളെ ഇന്ന് രാവിലെ കാലം നാം ധ്യാനിക്കുമ്പോൾ എത്ര നിന്ദിതനും നിസ്സാരനും നിസ്സഹായനുമായിട്ട് അവൻ തീർന്നു. നമ്മുടെ കർത്താവിൻ്റെ ആ ക്രൂശുമരണത്തെ, കഷ്ടാനുഭവത്തെ നമുക്കവൻ ഇന്ന് രാവിലെ കാലം ഓർക്കാം. നമ്മെ സ്നേഹിച്ച നിസ്സീമമായ സ്നേഹത്തെ ഓർക്കാം. എല്ലാ മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ അവനാകയാൽ ആ പാദപീഠത്തെങ്കിൽ വീണ് നമ്മുടെ പ്രാണപ്രിയനെ സർവ്വമഹത്വവും കൊടുത്ത് നമുക്ക് ആരാധിക്കാം. അവൻ്റെ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാണ്. May God's name be glorified. Let us open a portion from the scripture. Hebrews chapter 12 verse 2. Hebrews chapter 12 verse 2. Looking unto Jesus, the author and finisher of our faith, who for the joy that was set before him endured the cross, despising the shame, and is set down at the right hand of the throne of God. We have been hearing many meditations
and reflections upon the sacrificial work of Christ. When a Christian looks at his Christian life, when he thinks of worshipping the Lord, the foremost thought that comes to his mind is, I was sinner, wretched and miserable. There was no way in which I could ever have saved myself. None of my merits mattered in any way, because even the most meritorious work that I did, that was like filthy rags in front of our Lord. Moreover, full of sin, what I do or what I plan to do is nothing more than sin-tainted human works which cannot please a righteous God. We are suddenly taken back. When we think about Lord Jesus Christ, we are suddenly taken back to Eden, where God made provision for everything that man would ever need. God provided for everything. There was only a very small requirement. Man should not have violated that. But on the first opportunity that he got, man not only violated it, he became sinner, and then he tried to hide himself from God. Rather than going and directly facing God and confessing that I sinned, Adam passed the blame to Eve. Eve passed it to the snake. Of course, the serpent did not speak in the scriptural story. But every time that we think of Lord Jesus, we are reminded of how humanity ended up in sin. We also remember that this humanity cannot save itself, it cannot redeem itself. What is more, we also remember that the Creator had no need to redeem this humanity. After all, they by their own choices decided to become sinners or violate God. Why should God save such people? Yet, in the Garden of Eden, the Lord made a promise, a prophetic promise, which made it clear that one day there will be an atonement, because of which, right from Adam up to the last human being who shall ever be born in this mortal flesh, shall have the offer of salvation given to him. Whether they accept it or not is their freedom. God has been gracious that the message came to me and you. God has been gracious that we were given sufficient enlightenment to realize that we are sinners, and then accept Lord Jesus as our Savior. This is entirely God's work. This is entirely God's plan. And that is what we read here in the scripture when it says, looking unto Jesus, the author. The word author, whether it is in English or in Greek, has multiple meanings. For example, when we think of a writer takes his pen, places it on paper, and brings into existence something that did not exist before. A person who creates something that did not exist before. It is in the same sense that the scripture says that Lord Jesus is the author of our faith. He did everything that was necessary to give us a new life. He did everything necessary that was necessary to do before giving us a new life. Sacrifice for our sins, atonement for our sins. And once his sacrifice was over, everybody in past who believed in him, everybody in future who is going to believe him, their sins were paid once and for all. This morning when we look at Lord Jesus, that's the first thing we have to remember. Not my merit, but his grace. Not because of my good works,
but because He became the author of our faith. Here, faith is used in a very broad sense. We will come to that. But the moment we remember that He is the author of our faith, we also have to remember one thing. With gratefulness, with a grateful heart, we have to look unto Him. Where else can we look? Of course, we have to look unto Him, we have to remember Him, we have to praise Him. The moment we look at the author of our faith, seriously, sincerely, with gratefulness, our heart will overflow with thankfulness to the Lord, and we will offer our thanks and praises to Him. He is not only the author, but He is also the finisher. The Lord doesn't abandon us in this world after we believe in Him. Our life does not end there. We have to live for many long years after our salvation, a life full of battles. Ephesians chapter 6 reminds us that our battle is not with flesh and blood. If it is not with flesh and blood, there is no way a believer can win it. That's why the scripture says He is the finisher of our faith. That means every moment of our life He is with us. He helps us. He supports us. He sustains us. He grants the energy necessary in this battle, so that the call given to us is fulfilled, so that the purpose in our life might be fulfilled, and so that one day we might have the opportunity of standing in front of Him, telling Him of all what we did, so that He can say, "Faithful my servant, you were faithful in little things. I will make you owner or ruler over many things." This morning, once again, I want to remind you, please remember one thing. When man focuses upon himself, every person has something to be proud of. Our own attainments, our own education, our family background, our talents, our performance in front of others. But the moment we look at the Lord, we realize that our background, our talents, our money, our riches, our education, they are nothing in front of the Lord. They will not gain us any points with Him. But when we look at Him and His work, we suddenly realize that we are nothing, we cannot save ourselves, and we also realize suddenly that we need His grace. This morning, as we remember the death, burial, resurrection, ascension, and the work of salvation which the Lord did for you and me, we also remember that He is the author and finisher of our faith. I remember, Lord, you are the author and finisher of my faith, not my merits, but your grace. So with a grateful heart, with a thankful heart, let us continue to offer our thanks and praises to our Almighty God, to Lord Jesus. God be praised, and God bless all of you.